നിങ്ങൾ ആരെങ്കിലും ഒരു റോഡ് ബൈക്ക് വാങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇപ്പം തന്നെ വാങ്ങിച്ചോട്ടോ. ഒരു അടിപൊളി ഓഫർ വന്നിട്ടുണ്ട്. നമ്മുടെ സ്കോട്ടിൻ്റെ ബൈക്കിനാണ്. സ്കോട്ടിൻ്റെ സ്പീഡ്സ്റ്റർ 40 ആണ് എൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ഈ ഒരു റോഡ് ബൈക്ക് എന്ന് പറയുന്നത്. എൻഡ്യൂറൻസ് റോഡ് ബൈക്കാണ്. ആക്ച്വലി ഈ ഒരു ബൈക്കിന് ഒരു 70,000 എബോവ് പ്രൈസ് റേഞ്ച് വരുന്ന ബൈക്കാണ്. ഇപ്പം നല്ലൊരു അടിപൊളി ഒരു പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. 59,000 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ബൈക്കിൻ്റെ റിവ്യൂ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസ് ഡ്രോപ്പ് വന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ ഒരു പ്രൈസിലൊക്കെ ഒരു ബിഗിനറിന് പറ്റിയ ഒരു റോഡ് ബൈക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രൈസിൽ 59,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒന്നും നോക്കാനല്ല, അടിപൊളി ഒരു ഡീൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്കോട്ടിൻ്റെ സ്പീഡ്സ്റ്റർ സീരീസ് തുടങ്ങുന്നത് തന്നെ സ്പീഡ്സ്റ്റർ 50 എന്നാണ്. 50 ആണ് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത്. 50, 40, 30, 20, 10 അങ്ങനെ മേളിലേക്കാണ് പോകുന്നത്. അപ്പം ഇത് രണ്ടാമത്തെ മോഡലാണ്. 50ൽ നമുക്ക്, അതായത് സ്കോട്ടിൻ്റെ സ്പീഡ്സ്റ്റർ 50 എടുക്കുന്ന ആ ഒരു പ്രൈസിൽ നമുക്ക് 40 അവൈലബിൾ ആണ്. 50ൽ നമുക്ക് ടൂർണി ഗിയർ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഷിമാനോ ക്ലാരിസ് ആണ് വരുന്നത്. വൺസ് അഗൈൻ നമുക്ക് ഇതിൻ്റെ ഒരു സ്പെക്ക്, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് 6061 അലോയ് ആണ് വരുന്നത്. നമുക്ക് കണ്ടോ ഇതിൻ്റെ ഫ്രെയിം കണ്ടില്ല, UCI അപ്രൂവ്ഡ് ആട്ടോ. UCI അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ഈ സ്റ്റിക്കറുള്ള ബൈക്സിൻ്റെ ഫ്രെയിമിൽ ഈ ഒരു സ്റ്റിക്കർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഈ UCIയുടെ ഇവരുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടൈംസ് കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ഫ്രെയിമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻഡ്യൂറൻസ് ജോമെട്രിയാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. നമുക്ക് ഫ്രെയിം സൈസ് എല്ലാ സൈസും അവൈലബിൾ ആണോ, അതായത് എക്സ്ട്രാ സ്മോൾ മുതൽ XL വരെ അത്രയും സൈസിൽ നമുക്ക് ഈ ഒരു എൻ്റെ ഫ്രെയിം കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആട്ടോ. പിന്നെ നല്ല നീറ്റായിട്ടുള്ള പെയിൻറ്റ് ജോബ് കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിക്കറിങ് കണ്ടില്ലേ, ഒരു ഫ്ലോറസെൻറ്റ് യെല്ലോ കളറിലാണ് വരുന്നത്. മാറ്റാണ് എൻ്റെ ഒരു പെയിൻറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഫോർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർക്ക് നമുക്ക് അലോയ് ഫോർക്കാണ് കേട്ടോ വരുന്നത്. സ്കോട്ടിൻ്റെ ലോഗോ കണ്ടില്ലേ, നമുക്ക് ഒരു ഫോർക്കിലാട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമുക്ക് ഹെഡ് ട്യൂബിൻ്റെ ഇവിടെയാണ് വരുന്നത്. ഹെഡ് ട്യൂബിൻ്റെ ഇവിടെ സ്കോട്ടിൻ്റെ ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബൈക്കിൻ്റെ ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സ്പീഡ്സ്റ്ററിൻ്റെ ഇവിടെയാണ് സ്പീഡ്സ്റ്ററിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 40 ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ബ്രാൻഡിങ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. 4K ഞാൻ പറഞ്ഞു, അലോയ് ഫോർക്കാണ്. നമുക്ക് എൻട്രി ലെവലിലൊക്കെ ഈ ഒരു പ്രൈസിലൊക്കെ നമുക്ക് കാർബൺ ഫോർക്ക് മറ്റുള്ള ബൈക്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വരുന്ന ബൈക്കിലൊക്കെ നമുക്ക് ആ ഒരു എൻട്രി ലെവലിൽ ഒരിക്കലും ഒരു ഫുൾ കാർബൺ ഫോർക്ക് കിട്ടില്ല. കാർബൺ ഫോർക്ക് ആയിരിക്കും, പക്ഷെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ സ്റ്റീയർ വരുന്നത് അലോയ് ആയിരിക്കും. അപ്പോൾ അലോയും കാർബണോടെ രണ്ടോടെ മിക്സ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഒരു ഫുൾ കാർബൺ ഫോർക്ക് നമുക്ക് ഈ ഒരു പ്രൈസിൽ, അതായത് ഈ ഒരു എൻട്രി ലെവലിലൊന്നും ബൈക്കിലൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ കമ്പോണൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷിമാനോ ക്ലാരിസ് ആണ്. ഷിഫ്റ്റർ ഷിമാനോ ക്ലാരിസ് ആണ് വരുന്നത്. പിന്നെ ക്രാങ്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഷിമാനോയുടെ ഒരു ക്രാങ്കാണ്, ക്ലാരിസിൻ്റെ അല്ല കേട്ടോ. 5034 അല്ലേ. ഡിറൈലേഴ്സ് ഒക്കെ ക്ലാരിസ് ആണ്. ഫ്രണ്ട് ആൻഡ് റിയർ ക്ലാരിസ് ആണ് വരുന്നത്. ആൻഡ് കാസറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1132 ആട്ടോ. പിന്നെ KMCയുടെ ചെയിൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ടെക്ട്രോയുടെ ബ്രേക്കാണ്, റിം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ടെക്ട്രോയുടെ ആട്ടോ. നമുക്കിത് റൈഡ് ചെയ്തൊക്കെ എൻ്റെ പെഡൽ പിടിപ്പിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ ബൈക്കിൻ്റെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ എറണാകുളത്തെ ബൈസിക്കിൾ ആർട്ടിൽ. നമ്മളിവിടെ വന്നിട്ട് ബർഗമൗണ്ടിൻ്റെ അവന്തിയുടെ ഒക്കെ ബൈക്സ് റിവ്യൂ ചെയ്യുന്ന കേട്ടോ. നമ്മുടെ വിനീത് ബ്രോയുടെ ഷോപ്പാണ് ബൈസിക്കിൾ ആർട്ട്. നമ്മുടെ ഡെക്കാത്തലോണ്ട്, വൈറ്റിലെ ഡെക്കാത്തലോൻ്റെ ഒരു ഓപ്പോസിറ്റ് കുണ്ടന്നൂർ പോകുന്ന വഴി അല്ലേ, ഓപ്പോസിറ്റാണ് ഷോപ്പ് വരുന്നത്. അപ്പം ഈ സ്കോട്ടിൻ്റെ ഡീലർഷിപ്പ് ഈ ഇടയ്ക്കല്ലേ കിട്ടിയത്? 1 വീക്ക് ആവുന്നേ ഉള്ളൂ സ്കോട്ടിൻ്റെ ഡീലർഷിപ്പ് കിട്ടുക. അപ്പോൾ ഇനി സ്കോട്ടിൻ്റെ ബൈക്സും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കി കമ്പോണൻസ് ഒക്കെ നമ്മുടെ സ്കോട്ടിൻ്റെ ബൈക്സിന് സിൻക്രോസിൻ്റെ ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഹാൻഡിൽ ബാർ, സ്റ്റെമ്മ്, അതുപോലെ തന്നെ നമുക്ക് സാഡിൽ നോക്കിയാൽ സീറ്റ് പോസ്റ്റ് കാര്യങ്ങളെല്ലാം സിൻക്രോസിൻ്റെ ആയിരിക്കും കേട്ടോ വരുന്നത്. ടയർ നമുക്ക് ഷോൽബയുടെ ടയറാണ് വരുന്നത്. ഇതിൻ്റെ റിമ്മ് സിൻക്രോസിൻ്റെ അല്ലേ ബ്രോ? സിൻക്രോസിൻ്റെ തന്നെയാണ് വരുന്നത്. സിൻക്രോസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ പോർട്സും തന്നെ സിൻക്രോസ് ആണ് വരുന്നത്. അലോയ് വീലാണ്. ഇവരെ സ്കോട്ടിൻ്റെ തന്നെയാണ് വരുന്നത് കേട്ടോ. സ്കോട്ടിൻ്റെ തന്നെ നമ്മൾ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അടിപൊളിയായിട്ട് സാഡിലിൻ്റെ കളറല്ലേ, ഒരു ഗ്രേയിഷ് ആണ്. ആ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ബാർ ടേപ്പ് ഒരു ഗ്രേ ആണ്, അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളറിലാണ് ഇതിൻ്റെ സാഡിൽ വരുന്നത്. സിൻക്രോസിൻ്റെ ടോഫിനോ എന്ന് പറഞ്ഞൊരു മോഡലാട്ടോ. 59,000. കാരണം ഇതിൻ്റെ സ്പീഡ്സ്റ്റർ 50ക്ക് ഈ പ്രൈസാണ് വരുന്നത്. 50യുടെ ആ ഒരു പ്രൈസ് നമുക്ക് 40 അവൈലബിൾ. ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റ് വരുന്നത്. അതാണ് മെയിനായിട്ട് ഹൈലൈറ്റ്. നമുക്ക് 50ൽ ടൂർണി കമ്പോണൻസ് ആണ് വരുന്നത്. ഇത് നമുക്ക് ക്ലാരിസ് വരുന്നുണ്ട്. ക്ലാരിസ് മൊത്തം ഫുൾ ക്ലാരിസ് അല്ല കേട്ടോ. അതിൽ അതെ എൻഡ്യൂറൻസ് ജോമെട്രി ഒക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയൊരു ബൈക്കാണ്. പിന്നെ നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. വിത്തൗട്ട് പെഡലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സ്റ്റോക്കായിട്ട് പെഡൽ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ വെയിറ്റ് നമുക്ക് നോക്കാം. എത്ര 10 കിലോ അല്ലേ? 10.88. ജസ്റ്റ് 11 kg അല്ലേ? 11 kg എടുക്കുക വരുന്നുണ്ട് വെയിറ്റ്.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു എൻഡ്യൂറൻസ് ജിയോമെട്രിയിലുള്ള ഒരു റോഡ് ബൈക്ക് നോക്കുകയാണെന്നുള്ള അത്യാവശ്യം നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് ഡെയിലിയൊക്കെ റൈഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാം. ഈ ഒരു സ്പീഡ്സ്റ്റർ സീരീസ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്കിവിടെ ആക്സസറീസ് ഉണ്ട് കേട്ടോ. നമുക്ക് സിൻക്രോസിൻ്റെ അതുപോലെ തന്നെ പ്രോ ബൈക്ക് സ്കോട്ടിൻ്റെ തന്നെയല്ലേ ഇവരുടെ പ്രോ ബൈക്കിൻ്റെ ആക്സസറീസ് സിൻക്രോസിൻ്റെ സൈഡ് സ്റ്റാൻഡൊക്കെ എത്രയാണ് ബ്രോ സ്റ്റാർട്ടിങ് വരുന്നത്? അതിൻ്റെ പ്രൈസ് 999. ഓക്കെ സിൻക്രോസിൻ്റെ കമ്പോണൻസ് ആട്ടോ. സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്, പമ്പ് വരുന്നുണ്ട്, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സിൻക്രോസിൻ്റെ ബോട്ടിൽ ഗേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് ഡ്രോപ്പ് വന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും റോഡ് ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കിയോട്ടോ. അതിൻ്റെ ഓഫറൊക്കെ എത്ര നാളുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ബൈക്സിന് ഓഫർ ഉണ്ടോ സ്കോട്ടിന്? ഇപ്പോൾ 2-3 മോഡലും കൂടി ഇനി വരുന്നുണ്ട്, കുറച്ച് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബർഗമൗണ്ടിൻ്റെ അവന്തിയുടെ ഒക്കെ ബൈക്സ് ഉണ്ട്. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പം ബൈ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.